ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ ബാത്റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതാണ്. അതിനകത്ത് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കൂടിയിട്ട് പിന്നെ അത് കൂടാതെ തന്നെ ട്രാപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ 2 ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷവർ വാൽവും കൊടുത്തിട്ടുണ്ട്, പിന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്ലോസറ്റിൻ്റെ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഷവറിൻ്റെ ഏരിയയിൽ നമ്മൾ 2 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഷവറിൻ്റെ ഏരിയയിൽ നമ്മൾ സാധാരണ ഷവർ വാൽവ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് സോളാറിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അതിന് ഏറ്റവും ആദ്യത്തെ കണ്ണ് സോളാറിൽ നിന്ന് വരുന്ന സോളാർ വാട്ടർ ഹീറ്റിൽ നിന്ന് വരുന്ന ചൂടുവെള്ളമാണ് വന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ പോലെ തന്നെ ഹീറ്റർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബാത്റൂം ആയതുകൊണ്ട് നമ്മൾ നേരെ വരുന്ന സ്ഥലത്ത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മുടെ ഭിത്തിയിൽ നിന്ന് 18 ഇഞ്ച് മാറ്റിയിട്ട്, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലോസറ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് കാര്യങ്ങൾ മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലോസറ്റ് കൊടുക്കുന്നത് 18 ഇഞ്ച് മാറ്റിയിട്ടാണ് കൊടുത്തിട്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ നമുക്ക് ഒരു ചെറിയൊരു ഏരിയ ആണ് വരുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലോസറ്റിൻ്റെ ഏരിയ ഒരു ഭിത്തിയിൽ നിന്ന് മിനിമം 18 ഇഞ്ചെങ്കിലും മാറ്റിയിട്ട് വേണം നമ്മുടെ സെൻറ്റർ വയ്ക്കാനായിട്ട്, ക്ലോസറ്റിൻ്റെ സെൻറ്റർ വയ്ക്കാനായിട്ട് ഒരു ഭിത്തിയുടെ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് ചുമരിൽ മുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 18 ഇഞ്ചെങ്കിലും മിനിമം നമുക്ക് സെൻറ്റർ വേണം. ക്ലോസറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏതാണ് അടുത്തുള്ള ഭിത്തി അതിലേക്കുള്ള അകലം മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ട്രാപ്പ് നോക്കി അറിയാൻ പറ്റും. നമ്മൾ ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. കുളിക്കുന്ന ഏരിയയിലാണ് ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഷവർ കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയിലാണ് ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ട്രാപ്പിലേക്ക് നമ്മൾ വാഷ് ബേസിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ എപ്പോഴും ട്രാപ്പിലൂടെയാണ് കണക്ട് പറ്റുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബാഡ് സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രാപ്പിൻ്റെ സിസ്റ്റം ആ സ്മെല്ല് തടയുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വാഷ് ബേസിനും വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇടുന്നത് ഒരു കറക്റ്റ് ഒരു മെഷർമെൻ്റ് ആയിരിക്കണം. അതായത് ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവൽ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പുകളൊന്നും പുറത്ത് വരരുത്. അതായത് നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്നും മിനിമം നമ്മൾ 2 ഇഞ്ചെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ 1 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മുടെ ബാത്റൂമുകൾ സാധാരണ. അപ്പോൾ ഈ ഫിനിഷിംഗ് 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് താഴ്ത്തി ബാത്റൂമുകൾ വരുന്ന സമയത്ത്, റൂമിൽ നിന്ന് താഴെ വരുന്ന സമയത്ത് അത്രയും കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാനും 2 ഇഞ്ച് കനത്തിൽ നമുക്ക് ടൈല് കാര്യങ്ങൾ ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ട്രാപ്പ് കാര്യങ്ങൾ അത്രയും താഴ്ത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date.